Good morning. Good morning, ma'am. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഇനി യു ആണ് എടുക്കാനുള്ളത്. യു ആണ് എടുക്കാനുള്ളത് അല്ലേ? അതെ. ടി വരെ എടുത്തു. ടി വരെ എടുത്തു അല്ലേ? ടി ടി. ഓക്കെ ഓക്കെ. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. അടുത്ത യു ആണ് കേട്ടോ. സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ. അതായത് നമ്മൾ പേഷ്യൻസിന് സാധാരണ കാനുല കുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ഇഞ്ചക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ. അതായത് പേഷ്യൻസിന് പല പ്രാവശ്യം എന്താ പറയാ ഇഞ്ചക്ഷൻ, അതായത് അവരുടെ ബോഡിയിൽ പല സമയത്ത് സൂചി കുത്തുന്നതിന് പകരമായിട്ട് ഒരൊറ്റ തവണ എല്ലാവരും ഓൾറെഡി എന്താ പറയാ ഒരൊറ്റ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് കാനുല കുത്തിയിട്ടാണ് സാധാരണ നമ്മൾ പേഷ്യൻസിന് മരുന്നുകളും അതുപോലെ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴെന്ന് വെച്ചാല് എന്താ പറയാ പേഷ്യന്റിന്റെ എന്താ പറയാ സ്കിന്നിന്റെ മറ്റു ഭാഗത്ത് അല്ലെങ്കിൽ ബോഡിയുടെ മറ്റു ഭാഗങ്ങളിലുള്ള എന്താ പറയാ അണുക്കൾ ഉണ്ടാവുമല്ലോ, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ബാക്ടീരിയസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കാനുല വഴി അകത്ത് കയറാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതിനെയാണ് നമ്മൾ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കാനുലയിൽ കൂടി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ് ഇത്തരത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് ഇവിടെ നോക്കി കാണുന്നുണ്ട്. എത്ര പേഷ്യൻസിന് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെ കാനുല കുത്തിയിട്ട് എത്ര പേഷ്യൻസിന് ഇങ്ങനെ ഇൻഫെക്ഷൻ റേറ്റ് കൂടുന്നുണ്ട് എന്നതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. അതായത് നമ്മളുടെ കൈ കഴുകുന്നതുമായി ബന്ധപ്പെട്ട എന്താ പറയാ നമ്മൾ സുരക്ഷിതമായിട്ട് നല്ല വൃത്തിയായിട്ട് കൈ കഴുകില്ലേ, ഇപ്പൊ എത്ര പേഷ്യൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് കൈ കഴുകുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നോക്കി കാണുന്നുണ്ട്. പിന്നെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. അതായത് സർജറീസ് എത്ര ഓപ്പറേഷൻസ് റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇന്നായിരിക്കാം ഓപ്പറേഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ അത് നാളത്തേക്ക് മാറ്റി വെച്ചെന്ന് വരാം. അതിനെ നമുക്ക് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. Then turn around time for issue of blood and components. നമ്മള് ഇപ്പോ ലബോറട്ടറിയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നമ്മുടെ ബ്ലഡ് ഒക്കെ എടുത്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോകില്ലേ, അതിന് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്? ഓക്കെ, പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്ത ശേഷം അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് വേണ്ടി വരുന്നത്? ഡോക്ടർ എഴുതി കൊടുക്കുമ്പോ തന്നെ ആള് ലബോറട്ടറിയിലെ സ്റ്റാഫ് വന്ന് ബ്ലഡ് വന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ, അത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതിന്റെ റേഷ്യോ. Then nurse patient ratio for ICU and wards. അതുപോലെ തന്നെ ഐസിയുയിലെയും വാർഡിലെയും നഴ്സിന്റെയും പേഷ്യന്റിന്റെയും റേഷ്യോ എത്രയാണെന്ന് നോക്കുന്നുണ്ട്. Then waiting time for outpatient consultation. Outpatient consultation എത്ര സമയം വേണ്ടി വരുന്നുണ്ട്? ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഡബിൾ ഐ വരുന്നാണ് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. അതായത് രോഗനിർണയത്തിന് എത്ര സമയം വേണ്ടി വരുന്നുണ്ട്? പേഷ്യന്റെ രോഗനിർണയം, അതായത് എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താനോ MRI ഒക്കെ നടത്താനായിട്ട് എത്ര ടൈം ആണ് ഹോസ്പിറ്റലിന് വേണ്ടി വരുന്നത്? ഓക്കെ,
Then stock out rate of emergency medications. അതുപോലെ തന്നെ എമർജൻസി മെഡിക്കേഷൻസിന്റെ സ്റ്റോക്കുകൾ തീർന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം മെഡിക്കേഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ എമർജൻസി ആയിട്ട് ഉപയോഗിക്കേണ്ട മരുന്നുകൾ ക്വാഡ്രിനാലിൻ പോലുള്ള മരുന്നുകൾക്ക് എമർജൻസി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പേഷ്യൻസിന്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. Then patient fall rate. Patient fall rate എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് വീഴുന്ന ഒരു റേഷ്യോ. അതായത് ചില പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ ചില തലറക്കൊക്കെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് ചില പേഷ്യൻസ് ഒക്കെ വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ പനിയോ ഒക്കെ ആയിട്ട് പേഷ്യൻസ് വരികയാണെന്ന് വിചാരിക്കാം. ഒരു ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തെന്നി വീഴാനോ അല്ലെങ്കിൽ തലയിടിച്ച് എന്തെങ്കിലും പറ്റാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് ആരും നിൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അവർ ഒറ്റയ്ക്ക് അഡ്മിറ്റ് ആയുള്ള പേഷ്യൻസിന് ശരിക്കും പറഞ്ഞാൽ ഒരാളെങ്കിലും വേണം ബൈസ്റ്റാൻഡർ ആയിട്ട്. കാരണം അവർക്ക് തനിയെ ഒരു കാര്യങ്ങൾ നേരാവണ്ണം ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല, ഒന്ന് റിക്കവർ ആവുന്നവരെ. അപ്പൊ പേഷ്യന്റ് തനിയെ ബാത്റൂമിൽ പോവുകയോ തെന്നി അവിടെ വീഴുകയോ ചെയ്ത് കഴിഞ്ഞാല് പേഷ്യന്റ് വീഴുന്ന റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. Then incidence of needle stick injuries. Needle stick injuries എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കാനുവല കുത്തുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളിപ്പോ കാനുവല കയറ്റില്ലേ, സൂചി കയറ്റില്ലേ പേഷ്യന്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ കൈമ നമ്മള് സൂചി കയറ്റുമ്പോൾ ഈ സൂചി ചിലപ്പോ പറഞ്ഞു പോരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോ അത് വിട്ടുപോരുമ്പോൾ ചിലപ്പോൾ ഇത് നഴ്സുമാരുടെ കയ്യിൽ കുത്തിക്കയറാം, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ സൂചി കുത്തിക്കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോ ബ്ലഡ് ഒക്കെ ചീറ്റാറുണ്ട്. അതായത് പേഷ്യന്റ് ബോഡിയിൽ നിന്ന് ബ്ലഡ് ചിലപ്പോ വരാറുണ്ട്. ഈ ബ്ലഡ് അതായത് നഴ്സുമാർക്ക് അവരുടെ കണ്ണിൽ തെറിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ ചിലപ്പോൾ ചെറിയ മുറിവുകൾ ഉണ്ടാവുന്ന ഭാഗത്തൊക്കെ ബ്ലഡ് ഒക്കെ പെട്ടെന്ന് തെറിച്ച് വീഴുവാണെങ്കിൽ ഇവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആർക്കാണ്? നഴ്സുമാർക്ക്. അതിനെയാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഞാൻ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് ഈ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് കൊണ്ടാണ് ഹെൽത്ത് കെയർ, അതായത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളിലെ നഴ്സുമാർക്ക് എയ്ഡ്സ് അഥവാ HIV ഉണ്ടാവാനായിട്ട് കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആണ്. എന്തുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകരിലെ നഴ്സുമാർക്ക് ഇത് ഉണ്ടാവാനുള്ള കാരണം? അതായത് ഈ കാനുവലയൊക്കെ കുത്തുമ്പോൾ ബ്ലഡ് തെറിച്ച് കണ്ണിൽ പോവുകയോ അല്ലെങ്കിൽ സൂചി മറ്റേതെങ്കിലും, അതായത് ആ HIV പേഷ്യന്റ് ഉപയോഗിക്കുന്ന സൂചി ഈ നഴ്സിന്റെ ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തുളഞ്ഞു കയറുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം സ്പ്രെഡ് ആവാം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഈ രോഗം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണെന്നും പറഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കൂടുതൽ കേസുകളും മാഞ്ഞു പോവുകയാണ് ചെയ്യാറ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. Then next one, suitable handovers during shift change separate for doctors and nurses. അതുപോലെ തന്നെ ഷിഫ്റ്റ് ചേഞ്ച് ഒക്കെ വരുമല്ലോ, അതായത് ഷിഫ്റ്റില് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ആളുകളെ ഏൽപ്പിക്കുക. അപ്പൊ പറയുക, അതായത് ഒരാൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണ് ഷിഫ്റ്റിന് പകരം വരുന്നതെങ്കിൽ പറയുക അയാളോട് ഞാനൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ആ ഷിഫ്റ്റ് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ലീവും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഷിഫ്റ്റ് ചേച്ചിന്റെ കാര്യവും നമ്മുടെ സ്റ്റാഫുകൾക്കിടയിൽ പറയുകയും വേണം. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. Then complaints rate of medication prescription in capitals. അതായത് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷനിലുള്ള കംപ്ലൈന്റ്സുകൾ, അതായത് ഡോക്ടർമാർ തെറ്റായിട്ടാണ് മരുന്നുകൾ എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്താ പറയാ ശരിയായ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിക്കാതെ ഫാർമസിസ്റ്റിന് ഇത് മനസ്സിലാക്കാൻ പറ്റാതെ വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതിന്റെ ഒരു റേഷ്യോ നോക്കാം. ഇത്രയും വരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല? Then അടുത്ത പോയിന്റ് സൈനേജ് ആണ് കേട്ടോ. ബൈലിംഗ്വൽ എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് പേഷ്യന്റിന്റെ റൈറ്റ്സിനെ കുറിച്ചും അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും
ബൈലിംഗ്വൽ, അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്കറിയാം, ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് കേരളത്തിലാണ് അല്ലെ, കേരളത്തിൽ മലയാളമാണ് റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളില് ബൈലിംഗ്വൽ, അതായത് 2 ലാംഗ്വേജുകളില് പേഷ്യന്റ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും റൈറ്റ്സിനെ കുറിച്ചും വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതൊന്നെന്ന് പറഞ്ഞാല് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം, മറ്റൊന്ന് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ആ 2 ലാംഗ്വേജിനെയാണ് ബൈലിംഗ്വൽ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് മലയാളം എന്ന് പ്രത്യേകം പറഞ്ഞത്. കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റ്സിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ, ഇപ്പൊ തമിഴ്നാട് ആണെങ്കിൽ തമിഴും ഇംഗ്ലീഷും ആയിരിക്കും ഇവിടെ ഹോസ്പിറ്റലുകളിൽ പേഷ്യന്റ് റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും വായിച്ച് മനസ്സിലാക്കാനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, then 5th one, സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. സ്റ്റാഫുകളുടെ ട്രെയിനിങ്ങുമായിട്ടുള്ള റെക്കോർഡുകൾ ഹോസ്പിറ്റലുകൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, എത്രമാത്രം സ്റ്റാഫുകളുടെ ട്രെയിനിങ് റെക്കോർഡുകളാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്, അതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. then സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഇമ്മ്യൂണൈസേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് വാക്സിനേഷൻ അവർക്ക് എല്ലാവരും എടുക്കുന്നുണ്ടോ എന്നതിന്റെ റേറ്റ്. then സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അതായത് നിയമപരമായിട്ടുള്ള ആവശ്യകതകൾ. എല്ലാ ഹോസ്പിറ്റലുകളും നിശ്ചിത ലോസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു പോകുന്നത് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് എന്താ പറയാ, ലോസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതിന്റെ ഒരു റേറ്റ് നോക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ 6 months. 6 മാസത്തിലൊരിക്കല് എന്താ പറയാ, ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം എന്നാ പറയുന്നത്. ഹോസ്പിറ്റലിൽ മൊത്തമായിട്ട് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് എന്താണ് ഓഡിറ്റ് എന്ന് പഠിക്കും നമ്മള്. ഇപ്പൊ ഇന്റേണൽ ഓഡിറ്റ് 6 മാസത്തിലൊരിക്കൽ നടത്തിയിരിക്കണം എന്ന് ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. then 2 quality improvement projects in a year, അതുപോലെ തന്നെ ഒരു വർഷത്തില് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടുകൾ 2 എണ്ണമെങ്കിലും നടപ്പിലാക്കിയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് നിയർ മിസ്, സെന്റിനൽ ഇവന്റ്, അഡ്വേഴ്സ് ഇവന്റ്. അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിയർ മിസ് ആവാം, അല്ലെങ്കിൽ സെന്റിനൽ ഇവന്റ് ആവാം, അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇവന്റ്സ്, ഡ്രഗ് റിയാക്ഷൻ പോലുള്ള കാര്യങ്ങള്. സെന്റിനൽ ഇവന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, താഴേക്ക് വരുന്നുണ്ട്, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നടന്നു കഴിഞ്ഞാല് ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഇൻസിഡന്റിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും വേണം. ഇതൊരു ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എത്രമാത്രം കേസുകളിൽ ഇങ്ങനെ ഐഡന്റിഫിക്കേഷനും റിപ്പോർട്ടിങ്ങും റിവ്യൂ ഒക്കെ നടക്കുന്നുണ്ട് എന്നതിന്റെ ഒരു റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് അടുത്തത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആർ അതർവൈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. Quality refers to the degree of adherence to pre-established criteria or standard. Indicators a statistical measure of the performance of function, system or process over a period of time. Quality indicators എന്ന് പറയുന്നത് ഒരു key performance indicator ആണ്. അതായത് ഗുണനിലവാരം എന്നത്, ക്വാളിറ്റി എന്നത് ഇവിടെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അളവിനെയോ സൂചിപ്പിക്കുന്നു. നമ്മൾ പല സ്റ്റാൻഡേർഡ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോ ആ സ്റ്റാൻഡേർഡുകളോ, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഗുണനിലവാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള സ്റ്റാൻഡേർഡുകളെയാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു സ്ഥാപനത്തില് നിശ്ചിത സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതെങ്കിൽ അവിടെ നല്ലൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ അത്. Then quality indicators for KPD, different hospital departments. പല ഡിപ്പാർട്ട്മെന്റുകളിലും KPD നടപ്പാക്കുന്നുണ്ട്. KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവർ ആണ് കേട്ടോ. KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഡ്രൈവർ ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. KPI-യും KPD-യും തമ്മിൽ വ്യത്യാസമുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. KPI എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ,
അതായത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെന്ന് വിചാരിക്കാം, ആ ലക്ഷ്യത്തെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി KPD എന്ന് പറഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട്, അതായത് ഹാർഡ് വർക്കിനെയാണ് KPD എന്ന് പറയാം. ക്ലിയർ ആയോ പറഞ്ഞത്? KPI എന്ന് പറഞ്ഞാൽ ഒരു എയിം ആണ്. ഇനി KPD എന്ന് പറഞ്ഞാൽ എയിം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെയാണ് KPD എന്ന് പറയാം. ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? KPD, KPI, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിതമായിട്ടുള്ള എയിം ആണ്. ആ എയിം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനെയാണ് KPD എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നല്ലൊരു ജോലി കിട്ടണം, അതായത് നല്ലൊരു HR-ലൊക്കെ നല്ലൊരു ജോലി കിട്ടണം എന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഈ ഒരു PDF-കൾ ധാരാളമായിട്ട് പഠിക്കുന്നു, മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നു, അല്ലെ, കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ആ എഫേർട്ടിനെയാണ് നമ്മൾ KPD എന്ന് പറയാം. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫുൾ ഫോം എഴുതാട്ടോ, കീ പെർഫോമൻസ് ഡ്രൈവർ. ഇനി നമ്മൾ ഈ KPD നടപ്പാക്കുന്നത് പല ഡിപ്പാർട്ട്മെന്റുകൾ വഴിയിട്ടാണ്. അതിനകത്ത് ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ തന്നെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ KPD നടപ്പാക്കുന്നുണ്ട്. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഇൻഡോർ പേഷ്യൻസ്, അതായത് ഇനീഷ്യൽ ഇവാലുവേഷൻ എത്ര സമയം എടുക്കുന്നുണ്ട്, ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്ന ഒരു രോഗി ആയിക്കോട്ടെ, അവരുടെ ഇനീഷ്യൽ ഇവാലുവേഷൻ, അതായത് BP നോക്കാനുള്ള സമയം, അതുപോലെ പൾസ് റേറ്റ് നോക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ, ആകെ ഇതിനെ പറയുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എത്ര ടൈം വേണ്ടി വരുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ. രണ്ടാമത്തേത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ്. അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസിന്, അതായത് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസില് എത്ര പേരുടെ കെയറും കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നഴ്സുമാരായാലും അവിടെ വരുന്ന രോഗികളുടെ ശുശ്രൂഷ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് റെക്കോർഡിക്കലി എത്ര പേര് അത് ഡോക്സ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ എറർ, അതായത് എത്രമാത്രം മെഡിക്കേഷൻ എറർ വന്നിട്ടുണ്ടെന്ന് നോക്കുന്നു. Then number of sentinel events reported, gathered and examined within the defined time frame. A sentinel event is defined as any unanticipated events in a healthcare setting that result in death or serious physical or psychological injury to a patient or patients, not connected with the natural course of the patient illness. Okay. ഇവിടെ എന്താ പറയുന്നത്? സെന്റിനൽ ഇവന്റ്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സെന്റിനൽ ഇവന്റ്സ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? സെന്റിനൽ ഇവന്റ്സ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സെന്റിനൽ ഇവന്റ്സ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ ഞാൻ തന്നെ പറയാം. സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാല് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പേഷ്യന്റ് വയറുവേദനയായിട്ട് വരികയാണ് ഹോസ്പിറ്റലിൽ. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ പേഷ്യന്റ് ടോയ്ലറ്റിൽ പോവാണ്. ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ തെന്നി വീണിട്ട് തലയടിച്ച് പേഷ്യന്റ് മരിച്ചു. ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെന്റിനൽ ഇവന്റ് എന്ന് പറയാം. അതായത് യഥാർത്ഥ കാരണം, പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന യഥാർത്ഥ കാരണം കൊണ്ടല്ല പേഷ്യന്റ് മരിക്കുന്നത്, മറിച്ച് ഹോസ്പിറ്റലിന്റെ അശ്രദ്ധ മൂലം പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെന്റിനൽ ഇവന്റ്സ്. ഓക്കെ, പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. ചിലപ്പോ പേഷ്യന്റ് ചിലപ്പോ വയറുവേദനയോ നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ഫീവറോ എന്തെങ്കിലും ഒരു അസുഖങ്ങളായിട്ടായിരിക്കും പേഷ്യന്റ് വരുന്നത്. പക്ഷെ ആ അസുഖം കൊണ്ടല്ലാതെ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു നമ്മൾ പ്രതീക്ഷിക്കുക അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ട് പേഷ്യന്റ് എന്തെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ
നമുക്കതിനെ സെന്റിനൽ ഇവന്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ വാർത്തകളൊക്കെ കാണാറില്ലേ, ഹോസ്പിറ്റലിന്റെ അശ്രദ്ധ കൊണ്ട് എന്താ പറയാ ആള് മരിച്ചുപോയി, അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം ന്യൂസുകൾ കാണാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മൾക്ക് സെന്റിനൽ ഇവന്റ് ആയിട്ടാണ് പറയാൻ പറ്റുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് കരുതുന്നു. മനസ്സിലായോ സെന്റിനൽ ഇവന്റ് എന്താണെന്ന്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? Then 5, percentage of near misses, near miss might have happened but not happened. അതായത് near miss എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഷ്യന്റ് തൊട്ടടുത്ത് ചെല്ലുന്നതിന് മുമ്പായിട്ട് തെറ്റായിട്ടുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നിയർ മിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റേഷ്യോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. Then 6th one, proper handovers during shift change applicable to doctors and nurses per patient per shift. അതുപോലെ തന്നെ ഷിഫ്റ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്. Then 7th one, incidence of patient identification errors. അതുപോലെ തന്നെ പേഷ്യന്റ് തമ്മിൽ മാറിപ്പോകുക എന്നുള്ളൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മള് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. പേഷ്യന്റിനെ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. Then adherence to hand hygiene practice. ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റേഷ്യോ നോക്കുന്നു. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. ICUയിലും വാർഡിലുമുള്ള നഴ്സ് പേഷ്യന്റ് റേഷ്യോ നോക്കുന്നുണ്ട്. Then അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണം. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഹോസ്പിറ്റലില്. അപ്പൊ നമുക്ക് ICN നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് ഇതിന്റെ കാര്യങ്ങൾക്ക് സൂപ്പർവിഷൻ കൊടുക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, IPD, ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷേഴ്സ്. അതായത് അഡ്മിറ്റ് ആകുന്ന രോഗികൾ IPD ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെയുള്ള പേഷ്യൻസിൽ നിന്ന് എത്ര പേർക്ക് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ വരാറുണ്ട്. അതായത് പേഷ്യന്റിന്റെ ബ്ലഡിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ എന്തെങ്കിലും എന്താ പറയാ മറ്റു പേഷ്യൻസിലേക്ക് സ്പ്രെഡ് ആയി ഇൻഫെക്ഷൻ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോ അതിന്റെ റേറ്റ് ഇവിടെ നോക്കി കാണുന്നുണ്ട്. Then OPD, ഇതുപോലെ തന്നെ OPD-യില് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ ഇങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിൽ അതിന്റെ റേറ്റ്. Then IPD-യില് ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എന്നല്ലേ. അതായത് സൂചി കുത്തിക്കയറുകയോ അല്ലെങ്കിൽ ബ്ലഡ് കണ്ണിൽ തെറിക്കുകയോ ചെയ്ത് കഴിഞ്ഞാല് നഴ്സുമാർക്ക് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ IPD-യിൽ നിന്ന് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് എത്ര മാത്രം ഉണ്ടാകുന്നുണ്ട്. Then OPD-യിൽ നിന്ന്, ഫോർത്ത് വൺ, OPD-യിൽ നിന്ന് എത്ര മാത്രം നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ട് എന്നതിന്റെയും കൂടി റേറ്റ് നോക്കുന്നുണ്ട്. ഓക്കെ, then fifth one, ഇൻസിഡൻസ് ഓഫ് ഫോൾസ്. അതായത് എത്ര പേഷ്യന്റ് വീഴുന്നുണ്ട് അതിന്റെ ഒരു റേഷ്യോ നോക്കുന്നു. Then sixth one, incidence of hospital associated occurs after admission, beds or per 1000 patient days. അതുപോലെ തന്നെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസില് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞത് ദീർഘകാലം കിടക്കുമ്പോൾ ബെഡ് സോർസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ ടിഷ്യൂ, അവരുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവും കുറെ കാലം പെട്ടി കിടക്കുമ്പോൾ. അപ്പോ 1000 പേഷ്യൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര പേർക്ക് ബെഡ് സോർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് അത് വന്നിട്ടുണ്ട് എന്നതിന്റെ റേഷ്യോ ഇവിടെ നോക്കി കാണുന്നുണ്ട്. Then catheter associated urinary tract infection rate. എന്താ പറയാ catheter related ആയിട്ട് ഇൻഫെക്ഷൻ റേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു റേറ്റ് നോക്കുന്നുണ്ട്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്റർ വയ്ക്കുന്നത് മൂലം ന്യൂമോണിയ ഉണ്ടാവുന്നതിന്റെ റേറ്റ് നോക്കുന്നു. Then centerline associated bloodstream infection rate, നേരത്തെ പറഞ്ഞു, അതായത് കാനുല കുത്തിയിട്ട് അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിലേക്ക്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു റേറ്റ് നോക്കുന്നു. Then സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, അതായത് സർജറി കൊണ്ടുപോകുന്ന പേഷ്യൻസിന് ചിലപ്പോൾ സർജറി ചെയ്യുമ്പോൾ പഴുപ്പ് ഉണ്ടാവാനോ അല്ലെങ്കിൽ തുന്നൽ വിടുകയോ സ്റ്റിച്ച് വിടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, ആ ഒരു റേറ്റും ഇവിടെ നോക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ കൺട്രോള് ഇത് റിപ്പീറ്റ് ആണ് കേട്ടോ, വീണ്ടും വീണ്ടും വരുന്നത്. ഞാൻ ഈ വായിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ?
Then ICU emergency, nursing educator ICU emergency. അതായത് ICUവില് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ എമർജൻസി റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ്, ടൈം ഫോർ ഇനീഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. എമർജൻസി പേഷ്യന്റിന്റെ ഇനീഷ്യൽ ഇവാലുവേഷൻ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നത് നോക്കി കാണുന്നുണ്ട്. Return to the emergency department within 72 hours with similar presenting complaints. അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസ് 72 മണിക്കൂറിനുള്ളിൽ സിമിലർ കംപ്ലൈന്റുമായിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. Then re-intubation rate. Re-intubation was defined as intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. അതായത് നമുക്കറിയാം അനസ്തീഷ്യ കൊടുക്കുമ്പോൾ, അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ പേഷ്യന്റിന് ശരിയായിട്ട് ബ്രെത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ പേഷ്യന്റ് എന്ത് ചെയ്യും? വെന്റിലേറ്ററിൽ വെക്കും അല്ലെ? ഇങ്ങനെ വെന്റിലേറ്ററിൽ പേഷ്യന്റിനെ വെക്കുമ്പോൾ, അതായത് നമ്മൾ ആ പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ വെച്ചു, പേഷ്യന്റ് അനസ്തേഷ്യ കൊടുത്തു, പേഷ്യന്റ് സർജറി കഴിഞ്ഞു, ദെൻ പേഷ്യന്റ് കുറച്ചൊന്ന് ഓക്കെ ആയിട്ടുണ്ട്, സർജറി കഴിഞ്ഞു, ആ ഒരു മയക്കം വിട്ടെന്ന് നമുക്ക് പറയാം, എന്നാൽ ബോധാവസ്ഥയിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മള് അപ്പോഴും എന്ത് ചെയ്യും? വെന്റിലേറ്റർ യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വെന്റിലേറ്റർ യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അത് ചിലപ്പോ റിമൂവ് ചെയ്യും. കാരണം വാർഡിലൊക്കെ ഷിഫ്റ്റ് ആകുമ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാറ്റുമല്ലോ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് മാറ്റുന്നതായിരിക്കും. ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പേഷ്യന്റ് നില ഗുരുതരമാവാണ്, ക്രിട്ടിക്കൽ ആവുകയാണ്. വെന്റിലേറ്റർ വെക്കുന്ന പേഷ്യന്റ് ആണ്. ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മാറ്റുന്നു. ദെൻ പെട്ടെന്ന് ഇത് മാറ്റി കഴിയുമ്പോൾ പേഷ്യന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആവുന്നു. ദെൻ വീണ്ടും വെന്റിലേറ്റർ എന്ത് ചെയ്യുന്നു? ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ആക്കുന്നു രോഗിയെ. അതിനെയാണ് നമ്മൾ റീ ഇൻറ്റ്യൂബേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് ആസ് ഇൻറ്റ്യൂബേഷൻ ആഫ്റ്റർ എക്സ്റ്റ്യൂബേഷൻ. അതായത് ഇൻറ്റ്യൂബേഷൻ, അതായത് ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് റിമൂവ് ചെയ്യും. അതിനെയാണ് എക്സ്റ്റ്യൂബേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റ്യൂബേഷന് ശേഷം വീണ്ടും എന്ത് ചെയ്യാണ്? ഇൻറ്റ്യൂബേഷൻ ചെയ്യാണ് പേഷ്യന്റെ അവസ്ഥ മൂലം. ദാറ്റ് ഈസ് റീ ഇൻറ്റ്യൂബേഷൻ. ഓക്കെ, ആദ്യം വെക്കുന്നു, അതിനുശേഷം മാറ്റുന്നു, വീണ്ടും വെക്കുന്നു. ദാറ്റ് ഈസ് റീഇൻറ്റ്യൂബേഷൻ. അപ്പൊ എത്ര പേഷ്യൻസ് ഇങ്ങനെ റീഇൻറ്റ്യൂബേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നതിന്റെ റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. എന്താണെന്ന് ക്ലിയർ ആയോ? റീഇൻറ്റ്യൂബേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റീഇൻറ്റ്യൂബേഷൻ ക്ലിയർ ആയല്ലോ? The next one, operation theatre, anesthesia nursing educator, OT. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് നോക്കാം. ഫസ്റ്റ്, 1% മോഡിഫിക്കേഷൻ ഓഫ് അനസ്തേഷ്യ പ്ലാൻ. അനസ്തേഷ്യ പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് വെന്റിലേഷൻ ഫോളോവിങ് അനസ്തേഷ്യ. അനസ്തേഷ്യയെ തുടർന്ന് അൺപ്ലാനഡ് ആയിട്ട് പേഷ്യന്റിന് വെന്റിലേഷൻ വെക്കുവാണെങ്കിൽ അതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. ദെൻ പെർസെന്റേജ് ഓഫ് അൺഫേവറബിൾ അനസ്തേഷ്യ ഇവന്റ്സ്. അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം പേഷ്യന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പേഷ്യന്റ് വല്ലാതെ റിയാക്ട് ചെയ്യുന്നുണ്ടോ, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണോ പേഷ്യന്റ് ഉള്ളതെന്ന് ഇവിടെ നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സിനിമയുടെ മർസൽ എന്നാണ് സിനിമയുടെ പേര്, വിജയുടെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ വൈഫായിട്ട് വരുന്ന, അതായത് വൈഫിന്റെ ക്യാരക്ടർ ചെയ്യുന്നവര് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിനിമ? അപ്പൊ അതിനകത്ത് അറിയാൻ പറ്റും ആ ഒരു സീരിയൽ എന്താണ് കാണിക്കുന്നത്. നിത്യ കണ്ടിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഈസ് അൺഫേവറബിൾ ഇവന്റ്സ്. കാരണം അനസ്തേഷ്യയുടെ അളവ് കൂടിപ്പോയത് കൊണ്ടാണ് അങ്ങനെ അവരുടെ ബോഡി ആ തരത്തിൽ റിയാക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല കേസുകളും 2-3 വർഷം മുമ്പ് ആലപ്പുഴയിൽ ഒരു കേസ് ഉണ്ടായിട്ട് യുവതി മരിക്കുകയുണ്ടായി. അനസ്തേഷ്യയുടെ ഡോസേജ് കൂടിപ്പോയത് കൊണ്ട് കുഞ്ഞും മരിച്ചു, യുവതിയും മരിച്ചു, രണ്ടുപേരും മരിക്കുകയുണ്ടായി.
ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ രണ്ടുപേരും രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ അതിനാണ് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ഡോക്ടർ വരുന്നത് അല്ലെ. അവരുടെ ഫീസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഓപ്പറേഷന്റെ ഒരു റേറ്റ് വരുന്നതിന്റെ എന്താ പറയാ പകുതി ഇതിൽ വരുന്നത് അനസ്തേഷ്യയുടെ ആ ഒരു കൊടുക്കുന്ന ഡോക്ടർക്ക് കൊടുക്കുന്ന ഫീസാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് അത് കൊടുക്കുക അത്രയും നല്ലതാണെന്നാണ് പറയുക. അപ്പൊ കൃത്യമായിട്ടും ഓരോരുത്തരുടെ വെയിറ്റിനും ഓരോരുത്തരുടെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന അൺഫേവറബിൾ ആയിട്ടുള്ള അനസ്തേഷ്യ ഈവൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. അടുത്തത് അനസ്തേഷ്യ റിലേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ്. അനസ്തേഷ്യ കൊടുത്തത് മൂലം എത്ര പേര് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ മരണനിരക്ക് എത്രയാണ്, അങ്ങനെ മരണം ഉണ്ടായിട്ടുണ്ടോ എന്നതിന്റെ റേറ്റ് ഇവിടെ നോക്കി കാണുന്നുണ്ട്. ദെൻ പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, അതായത് സർജറി ചെയ്യാതെ പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നതിന്റെ റേഷ്യോ കൂടി ഇവിടെ നോക്കി കാണുന്നുണ്ട്. ദെൻ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി, അതായത് സർജറി റീഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ. Then percentage of cases where the organization procedure to avert the hostage events like wrong site, wrong patient and wrong surgery has been adhered to. അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന് പകരം വേറൊരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ രോഗിയെ കൊണ്ടുപോവുക. അതിനെ റോങ് സൈറ്റ് എന്നാണ് പറയുക കേട്ടോ. തെറ്റായിട്ടുള്ള ഏരിയകളിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ കൊണ്ടുപോകുന്നതിനെയാണ് റോങ് സൈറ്റ് എന്ന് പറയുന്നത്. റോങ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ തമ്മിൽ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് റോങ് പേഷ്യന്റ്. ആൻഡ് റോങ് സർജറി. റോങ് സർജറി എന്ന് പറഞ്ഞാല് തലയ്ക്കായിരിക്കും ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത്, ചിലപ്പോ വരുന്ന ഭാഗത്തായിരിക്കാം മിസ്റ്റേക്ക് പറ്റിയിട്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് തെറ്റായിട്ടുള്ള പാർട്ടിൽ സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോങ് സർജറി എന്ന് പറയാം. ഓക്കെ, അതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. The next one, percentage of cases who received suitable prophylactic antibiotics within the specified time frame. അതുപോലെ തന്നെ രോഗിക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കറക്റ്റ് സമയത്തിനുള്ളിൽ കൊടുക്കുന്നുണ്ടോ, കറക്റ്റ് സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ രോഗി റിക്കവർ ആകുന്നുണ്ടോ എന്നതിന്റെ റേഷ്യോ കൂടി ഇവിടെ നോക്കാറുണ്ട്. The ninth one, percentage of cases in which the planned surgery is altered intraoperatively. Intraoperatively എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? Intraoperatively അതായത് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേസ് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അത് യൂഷ്വലായിട്ട് കണ്ടുവരുന്നതാണ്. അങ്ങനെ നോർമലായിട്ട് സംഭവിക്കുന്നതല്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാറുണ്ട്. സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ പേഷ്യന്റെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയതുകൊണ്ടോ എന്തെങ്കിലും ഒരു അസാധാരണമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറി സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ അതിന്റെ റേറ്റ് അവിടെ നോക്കുന്നുണ്ട്. ദെൻ അടുത്തത് 10ാമത്തേത് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. അതായത് ഒരാൾക്ക് നമ്മൾ സർജറി ചെയ്തിട്ട് വീണ്ടും ആ പാർട്ടിയിൽ തന്നെ സർജറി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മൾ ടിവിയിലൊക്കെ കാണുന്നതാണ്. സർജറിക്കിടയില് രോഗിയുടെ വയറിനുള്ളിൽ കത്രൊക്കെ കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ കത്തി കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ്, അതായത് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പേഷ്യന്റ് സർജറി ചെയ്ത പാർട്ടില് കുടുങ്ങിപ്പോവുകയും അതെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സർജറി ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ്. ഓക്കെ, സർജറി ചെയ്ത പാർട്ട് വീണ്ടും റീസർജറി ചെയ്യാം. ഓക്കെ, ദെൻ 11ാമത്തേത് OT യൂട്ടിലൈസേഷൻ റേറ്റ് ആണ്. അതായത് ഒരു ദിവസം ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്രമാത്രം സർജറീസ് ആണ് നടക്കുന്നത്, OT-യെ എത്ര നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ OT-യിൽ നടത്തുന്ന ഓപ്പറേഷൻസ് എത്ര, ഇതിന്റെയൊക്കെ റേറ്റ് നോക്കുന്നതിനെയാണ് OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഇല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. എഴുതിയെടുക്കുന്നുണ്ടോ ആരെങ്കിലും? ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? എഴുതിയെടുത്തില്ലെങ്കിൽ മറന്നു പോകുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ മാറിപ്പോകും. എഴുതിയെടുത്താലും നല്ലത്.
വെറുതെ കേട്ടുകൊണ്ടിരുന്നാല് നമുക്കിത് കുറച്ച് കഴിയുമ്പോ വായിച്ചു നോക്കുമ്പോ മനസ്സിലാവില്ല എന്താണെന്ന്. സ്പീഡ് കൂടുന്നുണ്ടോ? ഒരാൾ പറഞ്ഞു സ്പീഡ് കൂടുതലാണെന്ന്. സ്പീഡ് കൂടുന്നുണ്ടോ? അത് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതുകൊണ്ടാണ് കേട്ടോ വേഗം ഞാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്, അതായത് നമ്മൾ ആദ്യം കുറച്ച് 32 മാൻഡേറ്ററി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെ വീണ്ടും വരുന്നോണ്ടാണ് സ്പീഡിൽ പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. ഏതാണ് മനസ്സിലാവാത്തത്? സ്പീഡ് കൂടിയത് എവിടെ തുടങ്ങിയോന്ന് പറഞ്ഞേ, അവിടെ തൊട്ട് ഒന്നും കൂടി പറയാമെന്നാ. ഏതാണ്? എവിടെ തൊട്ടാ പറയണ്ടേ? ഓപ്പറേഷൻ തിയേറ്റർ ആണോ? ഒന്നും കൂടി പറയണോ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. ഞാൻ 10 മിനിറ്റ് തരാം, അപ്പൊ പറഞ്ഞാൽ മതി കേട്ടോ ശ്രീജ. കിട്ടാത്തതുണ്ടെങ്കിൽ ഓക്കെ, ലാസ്റ്റ് ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി സ്പീഡ് കുറയ്ക്കാം. നിങ്ങൾക്ക് കേട്ട് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാത്ത കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ സ്പീഡ് കുറച്ചെടുക്കാം. തന്നെ അടുത്തത് ലാബ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിലാണ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ് ആണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന്. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് 1000 ഇൻവെസ്റ്റിഗേഷൻസ്. അതായത് ലാബിലെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് 1000 ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര റിപ്പോർട്ടുകളിൽ എറർ വരുന്നുണ്ട്? ലാബ് റിപ്പോർട്ട് ഉണ്ടാവാം, എക്സ്റേ റിപ്പോർട്ട് ഉണ്ടാവാം, അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പൊ അതിനകത്ത് 1000 എണ്ണം, 1000 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര എണ്ണത്തില് മിസ്റ്റേക്ക് വരുന്നുണ്ട് എന്നതിന്റെ റേഷ്യോ നോക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് റേറ്റ് ഓഫ് റീഡോസ് ആണ്. റേറ്റ് ഓഫ് റീഡോസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു എന്ന് വിചാരിക്കാം. ബ്ലഡ് ടെസ്റ്റ് നമ്മൾ എടുക്കാൻ കൊടുക്കുമ്പോൾ ആദ്യം അവര് നമ്മുടെ ബ്ലഡ് എടുത്തു. ബ്ലഡ് എടുത്തതിന് ശേഷം എന്താ പറയാ, ചിലപ്പോ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ അത് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ വീണ്ടും നമ്മുടെ ഇതിനകത്ത് എന്ത് ചെയ്യും, ഒരു കുത്തു അല്ലെ, കുത്തിയിട്ട് ഒരു ബ്ലഡ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ബ്ലഡ് നമ്മൾ കൊടുത്തു, പല കാര്യങ്ങൾ, ചിലപ്പോൾ ESR ചെക്ക് ചെയ്യാനായിരിക്കോ, അല്ലെങ്കിൽ കൗണ്ട് നോക്കാനോ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. CBCക്ക് വേണ്ടി നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കാം. അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് മിസ്സായെന്ന് വിചാരിക്കാം. അങ്ങനെ മിസ്സാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, ലേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു വിവരം കിട്ടുന്നത്. അപ്പൊ അവര് വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഒരു കുത്തുകൂടി കുത്തും അല്ലെ, നമ്മുടെ ബ്ലഡ് എടുക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്, എത്രമാത്രം റീഡോസുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് എന്തെങ്കിലും ഒരു എറർ പാർട്ട് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലാകാതെ വരിക, എക്സ്റേക്ക് എടുക്കുമ്പോൾ നമ്മൾ നേരാമണ്ണ പോസ്റ്ററിൽ നിന്നില്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ, ഇതിൽ കിട്ടില്ല നമ്മൾക്ക് എക്സ്റേക്ക് എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും എക്സ്റേ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ് കോറിലേറ്റിംഗ് വിത്ത് ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അതുപോലെ തന്നെ ലബോറട്ടറി റിപ്പോർട്ടുകള് ക്ലിനിക്കൽ ഡയഗ്നോസിസുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നതിന്റെ റേറ്റ് നോക്കുന്നുണ്ട്. അതായത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് ഡോക്ടർമാര് എന്താ പറയാ, അവർ ഊഹിച്ച് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അവര് പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് അറിയാൻ പറ്റിയിരിക്കും ഇന്ന രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ഡൗട്ട് ഉണ്ടെന്ന് അവർ ചിലപ്പോ ആ ഒരു ഇതില് കുറിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതുമായിട്ട് ലാബ് റിപ്പോർട്ടുകൾ കോറിലേറ്റ് ആവുന്നുണ്ടോ, ഡോക്ടർ പറഞ്ഞ അതേ കാര്യം തന്നെയാണോ ലാബ് റിപ്പോർട്ടുകളിൽ വരുന്നത് എന്നതിന്റെ റേഷ്യോ ഇവിടെ നോക്കുന്നുണ്ട്. ഓക്കെ, നാലാമത്തത്
percentage of adherence to safety precautions by employees working in diagnosis. ഇനി രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകൾ, അത് ലാബ്, എക്സാമ്പിൾ ലാബ് എടുക്കാം. ലാബിലൊക്കെ എംപ്ലോയീസ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നേരാവണ്ണം, അതായത് ശരിയായ രീതിയിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നതിന്റെ റേറ്റ്. അതായത് ശരിയായിട്ട് ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടോ, മാസ്ക് ധരിച്ചിട്ടുണ്ടോ, ഐ ഷീൽഡ് ധരിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെയാണ് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എന്ന് പറയാ അല്ലെ. അപ്പൊ അതിന്റെ റേറ്റ് കൂടി ഇവിടെ നോക്കിക്കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാത്തത് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. സമയമുണ്ട്, നമുക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കിട്ടാത്തത് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്തു. സ്പീഡ് കൂടിയെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ഭാഗം ഏതൊക്കെയാണ് മനസ്സിലാവാത്തതെന്ന് പറയാം. എഴുതാൻ പറ്റാത്തവര് പറയാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പെർസെന്റേജ് ഓഫ് നിയർ മിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിൻഷിത, എന്താണ് പേര്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഞാൻ നിയർ മിസ് പറഞ്ഞത്? ഒരാള് പറഞ്ഞു എന്ന്. നിയർ മിസ് എന്താണ്? നിയർ മിസ് ശ്രീജ, സുജിത്ത്, എന്താണ് നിയർ മിസ്? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം. നിയർ മിസ് എന്താണെന്നല്ലേ? നിയർ മിസ്. ഇത് ലിൻഷിത, പേരെന്താണെന്ന് ഞാൻ കണ്ടില്ല. കുട്ടിയാണ് നിയർ മിസ് ചോദിച്ചത്. അപ്പൊ അത് ഞാൻ വ്യക്തമായിട്ട് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഞാൻ അത് വേഗം വിട്ടത് കേട്ടോ. അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുത്ത നിയർ മിസ് എന്താണെന്ന്. ശ്രീജ പോയോ? ഇല്ല മാം, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഇല്ല, ഒന്ന് ആലോചിക്കട്ടെ. കിട്ടുന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പറയാം, അറിയാവുന്ന ആർക്കെങ്കിലും പറയാം. ജയലക്ഷ്മി, എന്താണ് നിയർ മിസ്? ആർക്കും അറിയില്ല നിയർ മിസ് എന്താണെന്ന്. ഞാൻ പറഞ്ഞു, പേഷ്യന്റിന്റെ കയ്യില് ഒരു കാര്യം എത്തുന്നതിന് മുമ്പായിട്ട് ആ കാര്യം തെറ്റാണെന്ന് കണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നിയർ മിസ് എന്ന് പറയാ, അല്ലെങ്കിൽ നിയർ മിസ്സസ് എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഫാർമസിയില് നിങ്ങളൊരു ഇപ്പൊ ചോദിച്ച കുട്ടി ലിൻഷിത, അങ്ങനെ എന്തോ ഒരു കുട്ടിയുടെ പേരാണ്. ആ കുട്ടിയുടെ പേര് തന്നെ വിളിച്ച് പറയാണ് കേട്ടോ. ലിൻഷിത എന്ന് പറഞ്ഞ ആ കുട്ടി ഫാർമസിയിൽ ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ട് പോവാണ്. ഓക്കെ, മോള് വിചാരിക്കുക മോളൊരു പ്രിസ്ക്രിപ്ഷനുമായിട്ട് ചെല്ലുമ്പോൾ ഫാർമസിസ്റ്റിന്റെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഫാർമസിസ്റ്റ് നേരെ പോയി മരുന്ന് എടുത്തിട്ട് വരികയാണ് ഉണ്ടാവുക അല്ലെ. മരുന്ന് എടുത്തിട്ട് വരും, 2-3 മരുന്നുകളൊക്കെ ഇട്ടായിരിക്കും വരിക. വരുമ്പോഴ് മോളുടെ കയ്യിൽ ആ സാധനം തരാനായിട്ട് പോവാണ്. തരുന്നതിന് മുമ്പായിട്ട് ഫാർമസിസ്റ്റ് അത് വലിക്കുന്നു, എന്നിട്ട് പറയുന്നു ഇപ്പൊ തരാം, ജസ്റ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. കാരണം അവർ തരുന്നതിന് മുമ്പായിട്ട് മാച്ച് ആണെന്ന് ഒന്നുകൂടി അത് ചെക്ക് ചെയ്യും. ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷനും അല്ലെങ്കിൽ മരുന്നും താൻ കൊണ്ടുവന്ന മരുന്നും സെയിം ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ചെക്കിലാണ് മനസ്സിലായത് മരുന്നില് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഡോസേജിൽ വ്യത്യാസമുണ്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ആ ഫാർമസിസ്റ്റിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും, ശരിയായിട്ടുള്ള മരുന്ന് എടുത്തുകൊണ്ടുവരും. ഓക്കെ, ദാറ്റ് ഈസ് നിയർ മിസ്സസ്. ഓക്കെ, പേഷ്യന്റെ കയ്യില് ലിൻഷ മൻസൂർ, ഓക്കെ, പേഷ്യന്റെ കയ്യിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം എത്തുന്നതിന് മുമ്പായിട്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ നിയർ മിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് എന്താണ് പറഞ്ഞോളൂ. മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട് ചോദിക്കുക, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടൈം തന്നത്. ഇനി എന്താണ് മനസ്സിലാവാത്തത്? മാം, ആ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിലത്തെ മേലത്തെ 7th പോയിന്റ് അല്ലേ, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അതൊന്ന് പറയാമോ? റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ധാരാളം നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്.
ആ നയങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും ഹോസ്പിറ്റൽസ് എത്രമാത്രം പാലിക്കുന്നുണ്ട് എന്നതിന്റെ റേറ്റ്. മനസ്സിലായോ പറഞ്ഞത്? യെസ് മാം. ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് കേട്ടോ. നിയമാവലികള് നമ്മുടെ ഹോസ്പിറ്റലില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന അനുസരിച്ച് തന്നെയാണോ നമ്മൾ പ്രാവർത്തികമാക്കുന്നത്, അതിന്റെ റേറ്റ് നോക്കുന്നതാണത് കേട്ടോ, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. ദെൻ വേറെ എന്താണ് പറഞ്ഞോളൂ കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ, ആ അതിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ 6th പോയിന്റ്. 6th പോയിന്റോ? അതായത് ഷിഫ്റ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പ്രോപ്പർ ആയിട്ട് ഷിഫ്റ്റ് ചേഞ്ചിന്റെ കാര്യങ്ങൾ തലേ ദിവസം തന്നെ പറയും. ഇപ്പൊ ശ്രീജിയും വേറൊരു കുട്ടിയും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണെന്ന് വിചാരിക്കുക. ശ്രീജിക്ക് ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ പറയാണ് എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, അപ്പൊ എനിക്ക് നാടൊന്നും വരാനായിട്ട് പറ്റില്ല, പകരം നീ കയറണം എന്നൊന്ന് എന്ത് ചെയ്യണം, ആ കുട്ടിയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ പ്രോപ്പർ ആയിട്ട് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ജോലി അവിടെ നടക്കുക. അതിനെയാണ് ഷിഫ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണോ? സ്റ്റാഫുകൾക്കിടയില് കോർഡിനേഷൻ ഉണ്ടാകണം, അതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം ജോലികൾ. എന്തെങ്കിലും താമസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലീവിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ കേട്ടോ. ഓക്കെ. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം. ഷിഫ്റ്റ് ചേഞ്ചിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ആ ഒരു കാര്യം മാത്രമാണ്, അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണോ? യെസ് മാം. റീഇൻക്യൂബേഷൻ എന്ന് പറഞ്ഞാല് ഞാനിപ്പോ റീഇൻക്യൂബേഷന്റെ ഒരു കാര്യം പറയാം. നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് ഓക്സിജൻ മാസ്ക് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ എന്റെ തന്നെ ഉദാഹരണം പറയാം. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ശ്വാസം മുട്ടായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്താ പറയാ, എനിക്ക് ശ്വസിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്സിജന്റെ മാസ്ക് എനിക്ക് അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു അരമണിക്കൂർ ഞാൻ അതിന്റെ സഹായത്തോടെ നന്നായിട്ട് എന്ത് ചെയ്തു, ശ്വസിച്ചു. അതിനുശേഷം പെട്ടെന്ന് എന്താ പറയാ, എന്റെ സ്റ്റേജ് അല്ലെങ്കിൽ എന്റെ കണ്ടീഷൻ ഒന്ന് റിക്കവർ ആയി. പെട്ടെന്ന് ആ ഓക്സിജൻ മാസ്ക് എന്റെ നിന്ന് റിമൂവ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്റെ കണ്ടീഷൻ മുമ്പത്തേക്കാളും ക്രിട്ടിക്കൽ ആവുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ഓക്സിജൻ മാസ്ക് വെക്കുന്നു. ദാറ്റ് ഈസ് റീഇൻക്യൂബേഷൻ. അതായത് ഇവിടെ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന കേസുകളിൽ അനസ്തീഷ്യ നമ്മൾ കൊടുക്കുമ്പോൾ പേഷ്യന്റിന് പ്രോപ്പർ ആയിട്ട് ശ്വസിക്കാനായിട്ട് പറ്റില്ല. ആ സമയത്ത് പേഷ്യന്റിനെ വെന്റിലേറ്ററിലാക്കുന്നതാണ്. അങ്ങനെ ആക്കി കഴിഞ്ഞാല് പേഷ്യന്റ് റിക്കവർ ആവുമ്പോൾ വെന്റിലേറ്റർ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പേഷ്യന്റിന്റെ നില മുമ്പത്തേക്കാൾ ഗുരുതരമാവുകയാണെങ്കിൽ വെന്റിലേറ്റർ വീണ്ടും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് റീഇൻക്യൂബേഷൻ കേട്ടോ. മാം OT ഇല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ 4th പോയിന്റ്, അതില് 2ാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് വെന്റിലേഷൻ ഫോളോയിങ് അനസ്തേഷ്യ. OT-ലോ 2ാമത്തെ പോയിന്റോ? അതെ മാം. അതായത് അൺപ്ലാനഡ് ആയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നത് മൂലം അൺപ്ലാനഡ് ആയിട്ട് വെന്റിലേഷൻ, അതായത് ഞാൻ പറഞ്ഞു എല്ലാ കേസുകളും പ്രോപ്പർ ആയിട്ട് നമുക്ക് ബ്രെത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ എന്താണ്, വെന്റിലേഷൻ കൊടുക്കുന്നതാണ്. വെന്റിലേഷൻ കൊടുക്കുന്ന സമയത്ത് അൺപ്ലാനഡ് ആയിട്ട് എന്തെങ്കിലും പേഷ്യന്റിന്റെ കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ അതിന്റെ റേറ്റ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാനുണ്ടോ? ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ 9ാമത്തെ പോയിന്റ്. Percentage of cases in which the planned surgery is altered intra-operatively. അതായത് സർജറിക്കിടയിൽ കേസ് മാറ്റി വെക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആയിട്ട് അത് മാറ്റി വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് ആണ് അവിടെ 9ാമത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേസ് മാറ്റി വെക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ,
റീ എക്സ്പ്ലോറേഷൻ മനസ്സിലായല്ലോ. റീ എക്സ്പ്ലോറേഷൻ റേറ്റ് ചെയ്ത് സർജറി വീണ്ടും ചെയ്യാനായിട്ട് ഇതാവുക. അതായത് ഇപ്പൊ നൈഫോ അല്ലെങ്കിൽ സിസറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുങ്ങി പോകുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആ ഭാഗം എന്താ പറയാ ഓപ്പറേറ്റ് ചെയ്യും അല്ലെ, അങ്ങനെയുള്ള കാര്യം. ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചു മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് എക്സാമിന് വരില്ല കേട്ടോ. ചില ടേമുകളും കാര്യങ്ങളും മാത്രമാണ് വരിക. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ മാത്രം. കാരണം ഇത്രയും വലിയ സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രമാണ് ഈ പോയിന്റുകൾ പറയുന്നത്. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയാണ് അവർ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഏതൊക്കെ തരത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് അക്രഡിറ്റേഷൻ ലഭ്യമാകുക എന്ന് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് ചിലപ്പോ ചോദിക്കാം, എന്താണ് റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്ന് ചോദിക്കാം. അതിനകത്ത് ചെറിയ OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് മീൻ ബൈ OT യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റീ എക്സ്പ്ലോറേഷൻ റേറ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്കത് എഴുതാനായിട്ട് പറ്റില്ലേ ചോദിച്ചു കഴിഞ്ഞാല്? പറ്റും. നമുക്ക് റിവിഷൻ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതിന്റെ ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ഞാൻ ഒന്നിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല, ലാസ്റ്റേ തരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാനിപ്പോ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞുതരാം. ഒന്ന് അടയാളപ്പെടുത്തിക്കൊള്ളൂ. അതിനകത്ത് DD വരുന്നില്ലേ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. Then signage. Then sentinel event. Sentinel event important ആണ് കേട്ടോ. Sentinel event എന്താണ് sentinel event എന്ന് ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ തരാം നിങ്ങൾക്ക്. എന്തൊക്കെയാണ്, ഏതൊക്കെ ഇൻസിഡൻസ് ആണ് സെന്റിനൽ ഇവന്റിൽ വരിക എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന്. പിന്നെ റീ എക്സ്പ്ലോറേഷൻ റേറ്റ്, OT യൂട്ടിലൈസേഷൻ റേറ്റ്. റീഇൻക്യൂബേഷൻ വാസ് ഡിഫൈൻഡ് ആസ് ഇൻക്യൂബേഷൻ ആഫ്റ്റർ എക്സ്ട്യൂബേഷൻ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. റീഇൻക്യൂബേഷൻ, വാട്ട് ഈസ് മീൻ ബൈ റീഇൻക്യൂബേഷൻ എന്ന് പറഞ്ഞാല് ആസ് ഇൻക്യൂബേഷൻ ആഫ്റ്റർ എക്സ്ട്യൂബേഷൻ. ഓക്കെ, അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഡൗട്ടോട് കൂടി ക്ലാസ്സിൽ നിന്ന് പോകാൻ പാടില്ല, എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നന്നായിട്ട് വായിക്കട്ടോ. നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇത് വീട്ടിലിരുന്ന് വായിക്കുന്നുണ്ടോ? ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്ന് ചോദിക്കാം 5 മിനിറ്റ് കേട്ടോ. അപ്പൊ പറയണം എല്ലാരും. ഒന്ന് വായിച്ചിട്ട് വരിക. 5 മിനിറ്റ്, ലാസ്റ്റ് 5 മിനിറ്റ് ഞാൻ ചോദിക്കുന്നതായിരിക്കും.
എല്ലാ കാര്യങ്ങളും 32 കാര്യങ്ങൾ പറഞ്ഞ 32 കാര്യങ്ങളും പിന്നെ അതുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഫാർമസിയിലെ ലാബില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഇനി അടുത്ത ക്ലാസ്സിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ക്ലാസ്സോട് കൂടി നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഫിനിഷ് ആവും കേട്ടോ. നമുക്ക് ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. ഓക്കെ, അപ്പൊ ഒന്നും കൂടി വായിക്കാം. വായിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്താ പറയാ നോക്കിക്കൊണ്ട് വരിക. ഞാൻ ഇതുവരെ എടുത്തത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിൽ വായിച്ചിട്ട് വരിക. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.